Hello everyone. Hello. Welcome to Travel Tips. Welcome to yet another episode from Lakshadweep. നമ്മളെങ്ങടെ പോകുന്നത്? ഇന്നലെ നമ്മള് തെന്നക്കര ഐലൻഡ് സ്നോർക്കലിങ്, പിന്നെ ഇന്ന് ഫുൾ ഡേ കടലിൽ കറക്കാണ്. ഫുൾ പൊളി, ഫുൾ കടലില്. അതെ, രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മളൊരു 3-4 മണിയൊക്കെ ആവുണ്ടാവും നമ്മൾ തിരിച്ചു വരാൻ. ഇന്ന് നമ്മള് ഫിഷിങ്ങിന് പോകുന്നുണ്ട്, നൈറ്റ് ഫിഷിങ്ങിന് പോകുന്നുണ്ട്. എന്നാ പോവാം. എവിടെന്നാ അതിന്റെ പിക്കപ്പ്? സ്നോർക്കലിങ്ങിന്റെ പിക്കപ്പ് ആ ഏത് ബീച്ചിന്നാ? വെസ്റ്റേൺ ജെട്ടിയില്. ഇവിടെ എന്തിനാ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവര് എനിക്ക് പറഞ്ഞ ഐലൻഡ് ടൂർ പോകുന്ന ടീമാണ് തോന്നുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഐലൻഡ് ടൂറിന് അത്യാവശ്യം നല്ല തിരക്കുള്ള ആളുകൾ പോലെ ഉണ്ട്. നമ്മുടെ കൂടെ തന്നെ 21 പേര് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് പോലും. നമ്മളെ ഇന്ന് ഈ പോട്ടിലാണ് പോകുന്നത്. കുവത്തുൽ അമീൻ. കേറോ കേറോ കേറോ. നമ്മുടെ ഇന്ത്യയില് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. പേര് ലക്ഷദ്വീപ് എന്നാണെങ്കിലും 36 ഐലൻഡുകളുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ഈ ലക്ഷദ്വീപ്. അതിലാകെ 10 മാത്രമാണ് മനുഷ്യവാസം. ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ് കവരത്തി ദ്വീപ്. തലസ്ഥാനമായിട്ടുള്ള കവരത്തി ദ്വീപിൽ തന്നെയാണ് പ്രധാനമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ഓഫീസും അതുപോലെ തന്നെ നേവൽ ബേസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പ്രധാനമായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നത് അഗത്തി ദ്വീപിലാണ്. അഗത്തി ദ്വീപിലാണ് എയർപോർട്ട് ഉള്ളത്. ആൾതാമസമുള്ള 10 ദ്വീപുകൾ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് അഗത്തി, കവരത്തി, മിനിക്കോ ഈ 3 ദ്വീപുകളിലാണ് സഞ്ചാരികൾ വന്നു പോകുന്നത്. നമ്മുടെ കൊച്ചി തീരത്തുനിന്ന് ഏതാണ്ട് 220 മുതൽ 440 നോട്ടിക്കൽ മൈൽ ദൂരെ മാത്രമുള്ള ഒരു ദ്വീപാണ് ഈ ലക്ഷദ്വീപ്. അതും പോരാത്തതിന് ഇവിടെ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ മലയാളികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്നുള്ളത്. ആൾതാമസം ഇല്ലാത്ത മറ്റു ദ്വീപുകളാണ് ബംഗാരം, തിന്നക്കര, പിറ്റിയൊക്കെ. അതിലൊരു ദ്വീപായിട്ടുള്ള തിന്നക്കര ദ്വീപിലേക്കാണ് ഈ യാത്ര. ഡ്രൈവിംഗ് അടിപൊളിയാണ്. ആക്ച്വലി നമ്മൾ വിചാരിക്കും മറ്റേ വെള്ളത്തിനൊരു പ്ലെയിൻ സർഫസ് ആണെന്നുള്ളത്. പക്ഷെ മണലൊക്കെ പോലെ മലകളൊക്കെ പോലെ അല്ലേ, കടലിനും ആ ഒരു മിസ്മാച്ച് ആ ഒരു സാധനം ഉണ്ട്. ആക്ച്വലി ഇത് കാണുന്നതുകൊണ്ട് കൊറേ നേരം പക്ഷെ എത്തുന്നേ ഇല്ല. അതായത് നമ്മള് സ്ട്രൈറ്റ് റോഡ് കൂടെ പോണ പോലെ സ്ട്രൈറ്റ് അല്ല പോകുന്നത്. ഇത് ടെറേനൊക്കെ വെട്ടിക്ക് വേറെ വഴി കൂടെ അങ്ങനെ വളഞ്ഞാ പോകുന്നത്. ഈ ഫ്ലൈറ്റ് ഒക്കെ ചില സമയത്ത് ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ, അതേപോലെ വെട്ടിച്ചാ പോകുന്നത്. ഇന്ന് സീ നല്ല റഫാന്നാ പറഞ്ഞത്. ചേച്ചി ചെല്ലുമ്പോ ചിലപ്പോ അഡ്വഞ്ചറസ് ഡ്രൈവ് ആയിരിക്കും, എടുത്തിട്ട് അടിക്കുന്നൊക്കെ പറഞ്ഞ ചിലപ്പോ. അങ്ങ് ദൂരെ കാണുന്നതാണ് തിന്നക്കര ഐലൻഡ്. വെള്ളം എന്ത് രസം. നമ്മൾ ഐലൻഡ് എത്താറായേ. മറ്റേ ഇവിടുത്തെ ഈ ബോട്ടിൽ ചേട്ടൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്കിവിടെ 2 ഐലൻഡാണ് ഉള്ളത്. ഒന്ന് ബംഗാർ ഐലൻഡ്, ഇതും തൊട്ടപ്പുറത്തന്നെ തിന്നക്കര ഐലൻഡും. അതിനകത്ത് ഈ ബംഗാർ ഐലൻഡ് മുന്നേ ഗവൺമെന്റിന്റെ ആയിരുന്നു. ഇപ്പൊ അത് താജ് ഏറ്റെടുത്തത്രേ. അപ്പൊ താജ് ഏറ്റെടുത്തതോടെ അവരുടെ ഗസ്റ്റ് വരുമ്പോൾ വേറെ ഗസ്റ്റിനൊന്നും അതിനകത്തേക്ക് അവർ കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ തിന്നക്കര ഐലൻഡിലേക്കാണ് പോകുന്നത്. ഇതാണ് താജിന്റെ ഒക്കെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിരിക്കുന്നത്. ഇതിനു ശേഷമാണ് നമ്മൾ അവിടേക്ക് വിടാത്തത് എന്നാണ് പറഞ്ഞത് അവര്. ഒരു ഡോം ഷേപ്പിലൊക്കെ നല്ല അടിപൊളി സാധനം സെറ്റാക്കി.
ആ രാവിലെ അല്ലേ ആ ഇതില് ഉറങ്ങുന്ന ആലോചിച്ചൊക്കെ ഇതില് സ്റ്റേ ചെയ്തിട്ട് ഈ ബ്ലൂ വാട്ടർ അല്ലേ. ഹലോ ആരുണ്ട് സാധനമാണ് നമ്മുടെ കപ്പലിന്റെ ആങ്കർ. ഇത് എത്ര കിലോ ഉണ്ടാവും? 15 കിലോ ഉണ്ടാവും. നമ്മളങ്ങനെ തിന്നക്കര ഐലൻഡ് എത്തി. എന്താ രസല്ലേ. എന്താ ആൾക്കാർ എന്തൊക്കെയോ പറിച്ചിട്ടുണ്ടല്ലോ. കുക്കുംബറാണോ? എവിടെ? ആ അതെ കുക്കുംബറിനെ തോന്നുന്നുണ്ട്. വെള്ളരിയല്ലേ ഇപ്പൊ കുക്കുംബർ? എന്താ രസല്ലേ കടല്, തെങ്ങ്. തിന്നക്കര ഐലൻഡിൽ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. അടിപൊളി വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു പ്രൈവറ്റ് ഹൗസ് പോലെ. ആ വെള്ളത്തിന്റെ കളറും എന്താ രസല്ലേ. കുട്ടൊക്കെ വെള്ളത്തിൽ ഉപ്പം കുടിച്ചു. ഉപ്പ് ടേസ്റ്റ് ചെയ്യണല്ലേ? ഉപ്പുണ്ടാ? വേറെ ലെവൽ സ്ഥലല്ലേ. വാ അപ്പൊ നമുക്കിനി ബിരിയാണി ബോട്ടിലെ ബിരിയാണി. ഇവിടെ മീൻ ഉണക്കാട്ട നമുക്ക്. ഇതെന്താ മുള്ളനാ? ഉണക്കാട്ടിട്ട് കൊറേ കാലായി പോകുന്നുണ്ട്. ഉണക്കാട്ടിട്ട് ആരും വന്നിട്ടില്ല ഇവിടെ. ഇവിടെ ആൾക്കാർ താമസമില്ലാത്തോണ്ട് തോന്നുന്നുണ്ട്. അതിലുണ്ട് കണ്ട സ്രാവാണ് തോന്നുന്നുണ്ട്. സ്രാവ്
രക്ഷയില്ലാത്ത സ്ഥലല്ലേ. ചലോ 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 ചലോ. യെസ്, അപ്പൊ നമുക്ക് ബോട്ടിൽ കയറാം. ലക്ഷദ്വീപ് വരികയാണെങ്കിൽ മിസ്സാക്കാതെ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അതൊന്ന് സ്കൂബ ഡൈവിംഗ് ആണ്, രണ്ടാമത് സ്നോർക്കലിംഗ് ആണ്. സ്നോർക്കലിംഗ് സ്കൂബയും ചെയ്യാൻ വേണ്ടി നീന്താൻ അറിയണം എന്നുള്ള ഒരു നിർബന്ധമില്ല. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നെങ്കിലും ഇത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് സ്നോർക്കലിംഗ്. ജസ്റ്റ് നമുക്ക് ലൈഫ് വെസ്റ്റ് ഇട്ടതിന് ശേഷം ആ മാസ്കും വെച്ച് താഴോട്ട് ഇറങ്ങി വെള്ളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ മുകളിൽ പൊങ്ങിക്കുന്ന കുഴലില്ലേ, അത് കൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. പിന്നെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുള്ളത്, ജലദോഷമുള്ള സമയത്ത് ഇത് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷെ എന്നാലും മാനേജബിൾ ആണ്. ഓരോ ആളെ കൂടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഗൈഡുമാരുണ്ടാവും. ഇവരൊക്കെ ഇവിടെ ജനിച്ചുള്ളർന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ കടൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ സേഫ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ അടുത്ത ട്രിപ്പിൽ ഈ ആക്ടിവിറ്റീസ് ഒന്നും ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. ഒരു വലിയ അക്വാറിയത്തിൽ ഇറങ്ങിയാൽ പോലത്തെ കാഴ്ചകളാണ് ഈ കടലിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റുക. പലതരത്തിലുള്ള മീനുകളും പവിഴപ്പുറ്റുകളും കടലിലെ മറ്റു ജീവികളും. പക്ഷെ അതൊന്നും കാണിക്കാൻ നിങ്ങൾക്ക് നിവൃത്തിയില്ല, കാരണം വെള്ളത്തിൽ പൊക്കിയത് എൻ്റെ ക്യാമറ മണി മുടക്കി. ഉച്ചക്ക് നമ്മുടെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നേ. അപ്പൊ കഴിച്ചു കഴിഞ്ഞു. സാബി അയക്കുന്നതാണ്. ബോട്ടിലെ കിച്ചൺ കണ്ടോ? ഇതാണ് ബോട്ടിലെ കിച്ചൺ. ആ, ലൈറ്റ് ഒക്കെ ഉണ്ട്. അല്ല, ഫിഷിങ്ങിനൊക്കെ പോകുമ്പോ ഇതിലാരും കുക്കിംഗ് ഒക്കെ അല്ലേ? ഫിഷിങ്ങിനൊക്കെ പോകുമ്പോ ഇവിടെ കുക്കിംഗ്. പ്ലേറ്റ്, ഗ്ലാസ്. ആ, എത്ര ചെറിയ കിച്ചൺ അല്ലേ ഇതൊക്കെ സാധനങ്ങളൊക്കെ വെച്ച്. ഇവിടെ തന്നെ ഇത് വാഷ്റൂമും ഉണ്ട്. ഇത് വാഷ്റൂമാണ്. ചിക്കക്കര കയ്യിൽ നിന്ന് നമ്മളങ്ങനെ സാധനം നമ്മളിവിടെയാണ്. ഇതാണ് നമ്മളെ ബോട്ട്. കേട്ടോ, നമ്മള് സാൻഡ് ബാങ്കിലേക്ക് എത്തിയതാണ്. ഇവിടെ ഉണ്ടോ, ഇവിടെ അവിടെ നല്ല ഡീപ് സീ ആണ്. ആ കാണുന്ന കളറ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല സാൻഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയൊരു ഹൈലൈറ്റ് പോലെ തന്നെയാണ്. കുറച്ചും കൂടി ഇത് പറഞ്ഞ ലോ ടൈഡ് ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ബീച്ചായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷെ ഇപ്പോൾ ഹൈ ടൈഡ് ആയതുകൊണ്ട് നല്ല വെള്ളവും നല്ല കാറ്റും ഉണ്ട്. നമ്മൾ ഡ്രോണ് പറത്തണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ കാറ്റ് കാരണം പറത്താനാവില്ല. കടല ഇന്നത്തെ ചായ കൂടി കടലിലാണല്ലേ. നല്ല കട്ടൻ ചായ, മുറുക്ക്, സൂപ്പർ. എവിടെ? ആ, മിൽക്കി വിക്കീസ് ഉണ്ട്. അപ്പൊ നമ്മള് ആക്ച്വലി സ്നോർക്കലിംഗ് കണ്ടു കഴിഞ്ഞു. പിന്നെ അതിനുശേഷം തിന്നക്കര ഐലൻഡിൽ പോയി. അവിടെ നിന്നുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ സാൻഡ് ബാങ്ക് പോയി. ഇപ്പൊ നമ്മൾ തിരിച്ച് റൂമിലോട്ട് തിരിച്ച് നമ്മുടെ കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കരയല്ല, ഐലൻഡ്. അപ്പൊ നമ്മളങ്ങനെ ബാക്ക് ടു കര. നമ്മൾ ഇവിടെ നിന്നാണ് ബോട്ട് കയറി പോയത്. നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ വന്ന് കേറി ജസ്റ്റ് ഒന്ന് ഞങ്ങൾ എന്താണ് കുളിച്ചു,
സാബിയും കുളിച്ചു, ഞാൻ കുളിക്കാൻ കൂടി ഇരുന്നിട്ടില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഫിഷിങ്ങിന് പോകാനുള്ള കോൾ വന്നു. ഒന്നും ടൈം കിട്ടില്ല. അപ്പൊ ഒന്ന് രാത്രി ഫിഷിംഗ് ആണ് അല്ലേ കൂട്ടോ? കടലിലെ ഫിഷിങ്. നമ്മൾ ഇര പിടിക്കാൻ വേണ്ടി വരുന്നതാണ്. നമ്മൾ അതിൽ ചവിട്ടി ഒടിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടുകൾ നമ്മൾ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് രക്ഷാണ്ടാകുന്നത്. പിന്നെ ഈ കോറിൻ്റെ മുകളിലെന്ന് വെച്ചാൽ ഒരുപാട് പവിയപ്പുറ്റുകളുണ്ട്, ഒരുപാട് ജീവികളുണ്ടാവും. പക്ഷെ അതിലിങ്ങനെ തട്ടിയാൽ കാലിങ്ങനെ നല്ലോണം ഉള്ളിലായിട്ട് വീഴും. അതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പ് കത്തി പോലത്തെ സാധനങ്ങളാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ ഈ മാസ്കാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതറിയാമല്ലോ നിങ്ങൾ, ഇത് വെള്ളം കയറിയാൽ ഇതിൽ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ തല അല്പം പൊക്കി പിടിച്ചാൽ അടിക്കൂടെ പോയിക്കോളും. വെള്ളം കയറിയാൽ ഒരു കുഴപ്പമൊന്നും നിൽക്കും. എല്ലാം സേഫായിട്ടാണ്. നമ്മൾ ജാക്കറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോരുത്തർ ആണ് ഇപ്പോൾ രണ്ട് പേരാണ് കടലിൽ ഇറക്കുക. 2 പേരെ ഒന്ന് കൊണ്ട് കിടന്നിട്ട് 2 മീൻ അഡ് ചെയ്തിട്ട് 2 പേരെ വെച്ചു, അടുത്ത 2 പേരെ ഇറക്കും. പിന്നെ കൂടുതൽ നമ്മൾ ഈ എയറിൽ നമ്മൾ കാച്ച് അടിക്കുന്നുണ്ട്, എയറിൽ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് തണുക്കും. എക്സ്പീരിയൻസ് ഇരുട്ടായിട്ടോ നല്ലോണം. പക്ഷെ നമ്മൾ ഈ കാണുന്ന കുഞ്ഞി ബോട്ടിലാണ് ഫിഷ് ചെയ്യുന്നത്. എക്സൈറ്റഡ്? യെസ്. ആർ യു എക്സൈറ്റഡ്? എന്നിട്ട് ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതല്ല, കുളിച്ചിരിക്കും ഇനി വെള്ളത്തിലിറങ്ങാൻ വയ്യ. കുട്ടാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് അല്ലേ കുട്ടു? ഞാൻ ഇല്ല, ഗോളിലേ പോളൂ. നമ്മുടെ ബോട്ടിന്റെ മാത്രം ചെറിയ കംപ്ലൈന്റ് അത് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ സെറ്റ് എന്റെ പൈപ്പ് മാറ്റി സെറ്റിക്കണം. കൂട്ടോ ഓടി തെറ്റ് കടലിൽ പോയി ഓഫാവാത്ത ഭാഗ്യം. അപ്പൊ ഞങ്ങളുടെ ആക്ച്വലി നൈറ്റ് ഫിഷിംഗ് പ്ലാനുകൾ ചെറുതായിട്ടൊന്ന് പാളി. മോട്ടർ ഓണായി, ബോട്ടിന്റെ എഞ്ചിൻ ഓണായില്ല. യമഹ എഞ്ചിൻ ചതിച്ചു. യമഹ അല്ല, സുസുക്കിയാ. അപ്പൊ നമ്മള് തിരിച്ച് റൂമിൽ തന്നെ പോവാണ്. നാളെ എന്തായാലും നാളെ സമയമുണ്ടല്ലോ, അപ്പൊ നാളെ പോവാന്ന് വെച്ചു. അപ്പൊ നാളെ ഞങ്ങൾക്ക് ഫിഷിംഗ് പോവാം. ഇന്നപ്പോ ഇനി വേറെ പരിപാടി ഒന്നുമില്ല. റൂം പോകുന്നു, കിടന്നുറങ്ങുന്നു. നാളെ വീണ്ടും സ്നോർക്കലിങ്ങിന് പോകുന്നു. പിന്നെന്തല്ലേ ടർട്ടിൽ വാച്ചിങ്, ഗ്ലാസ് ബോട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും നാളെ എപ്പിസോഡ് കാണാം. അതുവരെയ്ക്കും ബൈ. ബൈ ബൈ ബൈ. നമ്മുടെ ചേട്ടൻ നമുക്ക് ഇവിടുത്തെ ലോക്കൽ, ഇത് കള്ളല്ല ശരിക്കും പറഞ്ഞാല്, ഇത് ഫെർമെന്റ് ആവുന്നതിന് മുന്നുള്ള തെങ്ങന്ന് ചെത്തിയിട്ടുള്ള സാധനം. പിന്നെ ഇവിടെ മീരാന്നോ പറയും. നമ്മൾ ഇന്നലെ ആക്ച്വലി അവിടെ ചെത്തി ഇറക്കുമ്പോ കൈയോടെ കുടിച്ചായിരുന്നില്ല, അതേ സാധനം തന്നെയാണ് 1 ലിറ്റർ നമുക്ക് എല്ലാവരും കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നുണ്ട്. ഇവിടുത്തെ ഗൈഡ്സ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. എന്ത് ചോദിച്ചാലും ഒരു നോ പറയില്ല. എല്ലാം വരുന്നവരെല്ലാവരും മാക്സിമം ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് അവര് മാക്സിമം എല്ലാ കാര്യങ്ങളും നോക്കിയേക്കും. അപ്പൊ നമുക്ക് മീര കുടിച്ചേക്കാം. നല്ല മധുരണ്ട്, ഒരു തരിപ്പുണ്ട്.